ഹായ് ഫ്രണ്ട്സ്, റാസി കാർസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഒരുപാട് പേര് സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു വാഹനമാണ്. ലോ ബഡ്ജറ്റിലുള്ള സിവിക്കുകൾ ഉണ്ടോ, അക്കോർഡ് ഉണ്ടോ എന്ന് ചോദിച്ചിട്ട് ഒരുപാട് പേര് ചോദിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് രണ്ട് വാഹനമാണ്. ഒരു സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുള്ളത്. അപ്പോൾ രണ്ട് വാഹനം എന്താണ് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് കാര്യങ്ങൾ നമുക്ക് നോക്കാം. ഒക്കെ ഡൽഹി രജിസ്ട്രേഷൻ വാഹനമാണ്, നമുക്ക് NOC കൊടുക്കാവുന്ന വാഹനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ റാസി കാർസിൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. ബെൽ ബട്ടൺ അമർത്തി കഴിഞ്ഞാൽ അടുത്ത വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് നിങ്ങളുടെ മൊബൈലിലേക്ക് എത്തുന്നതാണ്. നിങ്ങളുടെ വിലപ്പെട്ട കമൻറ്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിലും രേഖപ്പെടുത്താൻ വേണ്ടി ശ്രമിക്കണം. പിന്നെ വീഡിയോ ഫ്രണ്ട്സിനൊക്കെ ഏകദേശം ആവശ്യമുള്ള ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമ്മുടെ വീഡിയോ എടുക്കാനുള്ള പ്രചോദനം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ ഒന്ന് പരിശോധിക്കാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ നമുക്ക് എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം. അപ്പോൾ ഇതിപ്പോൾ നമുക്ക് ഡെലിവറി കൊടുക്കാനുള്ളൊരു വാഹനമാണ്. അപ്പോൾ ഓൾറെഡി കസ്റ്റമർ എത്താൻ പോകുന്നേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിങ്ങനെ വെച്ചിട്ടുള്ളത്. പ്രേക്ഷകർക്ക് സംശയം ചിലപ്പോൾ ഉണ്ടായിക്കൂടില്ല, അതിനു വേണ്ടി പറഞ്ഞതാണ്. അപ്പോൾ ഇത് നമുക്ക് പറയുമ്പോൾ ഇത് 2011 വാഹനവും ഇത് 2010 വാഹനമാണ്. ഒരു ജ്യേഷ്ഠൻ അനിയൻ എന്നുള്ള രീതിയിൽ നമുക്ക് പരിചയപ്പെടേണ്ടി വരും. കാരണം രണ്ടും ഒരുപോലെയാണ്, ഇരട്ടകളാണെന്ന് പറയാം. ഈ ഇൻറ്റീരിയർ നോക്കുകയാണെങ്കിലും എക്സ്റ്റീരിയർ നോക്കുകയാണെങ്കിലും എല്ലാം ഒരുപോലെ. വളരെ ചെറിയ വ്യത്യാസങ്ങൾ ഉണ്ട് താനും. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ പറയാം. ജസ്റ്റ് ഒരു വീഡിയോ ആയിട്ട് എടുക്കുന്നത്. ഇത് 2011 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. ഇത് രണ്ടും മാനുവൽ ട്രാൻസ്മിഷനാണ് വാഹനം വരുന്നത്. പിന്നെ ഒരു ഗ്ലാസോ കാര്യങ്ങളോ രണ്ടിലും ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഇതിൻ്റെ കാര്യം നമുക്ക് പറയാം, ഇത് റീപ്ലേസ്മെൻ്റ് ഒന്നുമില്ല. തേർഡ് ഓണർഷിപ്പിലുള്ള വാഹനമാണ്. ഇപ്പോൾ ഡൽഹി രജിസ്ട്രേഷനുള്ളത്. നമുക്ക് NOC എടുത്ത് കസ്റ്റമർക്ക് കൊടുക്കാവുന്ന ഒരു രീതിയിലാണ് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇത് മാനുവൽ ട്രാൻസ്മിഷനാണ് പറഞ്ഞത്. അത് മാനുവലിൽ ക്രൂയിസ് കൺട്രോൾ വരുന്ന ഒരു വാഹനമാണ്. അത് വളരെ ഒരു റയറാണ്. സാധാരണ ഓട്ടോമാറ്റിക്കലി ക്രൂയിസ് കൺട്രോൾ ഉണ്ടാവും. ഇത് മാനുവൽ ക്രൂയിസ് കൺട്രോളാണ് വാഹനം. പെട്രോളാണ് വരുന്നത്. പിന്നെ അത്യാവശ്യം വേണ്ട AC, എയർ ബാഗ്, പവർ സ്റ്റിയറിങ്, പവർ വിൻഡോസ് എല്ലാം ഫീച്ചേഴ്സ് ഉള്ളതാണ്. അതിനെക്കുറിച്ച് അറിയുന്നവർക്ക് അറിയുണ്ടാവും. അപ്പോൾ ഇത് റീപ്ലേസ്മെൻറ്റോ തട്ടുമുട്ട് ആക്സിഡൻറ്റ് അങ്ങനത്തെ ഒന്നും ഇല്ല എന്നുള്ളത് നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും. പിന്നെ കസ്റ്റമർക്ക് വന്നിട്ട് നമുക്ക് ചെക്ക് ചെയ്ത് നമുക്ക് എടുക്കുകയും ചെയ്യാം. 2010-11 വാഹനങ്ങളൊക്കെ അല്ലേ. അപ്പോൾ ടച്ചപ്പ് കാര്യങ്ങളൊക്കെ ചെറിയ രീതിയിൽ അതിൻ്റേതായിട്ടൊക്കെ ഉണ്ടാവും. അപ്പോൾ നല്ലൊരു വെൽ മെയിൻറ്റൈൻഡ് ആണ് വണ്ടി മൊത്തത്തിൽ നോക്കുമ്പോൾ. ഇപ്പോൾ ഇവിടെ കാര്യങ്ങളൊക്കെ പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെറിയ ബമ്പറും കാര്യങ്ങളൊക്കെ ടച്ചപ്പ് ചെയ്തിട്ടുണ്ടെങ്കിലും നല്ല ക്വാളിറ്റിയിലാണ് വാഹനം നിൽക്കുന്നത്. ടയറൊക്കെ ഒരു ആവറേജ് ഒരു 60-70% ടയറുണ്ട്. അപ്പോൾ സിവിക്ക് ഒരുപാട് പേര് നമ്മൾ ചോദിക്കുന്നൊരു വണ്ടി ആയതുകൊണ്ടാണ് നമ്മൾ ഇതിനൊന്നും ഒരു വലിയൊരു രീതിയിലുള്ള പ്രോഫിറ്റ് ലഭിച്ചിട്ടൊന്നുമല്ല നമ്മൾ ഈ ഒരു വാഹനങ്ങൾ അധികം കൊണ്ടുവരാറില്ല. നിങ്ങൾക്ക് നമ്മുടെ ചാനൽ നോക്കിയാൽ അറിയാൻ പറ്റും. പക്ഷെ നമ്മുടെ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കുമ്പോൾ നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ, ചെറിയൊരു ലാഭം കിട്ടും ചെയ്യും എന്നുള്ള രീതിയിലാണ് നമ്മൾ ഇങ്ങനത്തെ ചെറിയ വാഹനങ്ങൾ കൊണ്ടുവരുന്നത്. നമ്മൾ ഒരുപാട് മുമ്പൊക്കെ നമ്മൾ ചാനൽ തുടങ്ങുന്നതിൻ്റെ മുന്നൊക്കെ നമ്മൾ സിവിക്ക് കൊണ്ടുവന്നിട്ടാണ്. ഇപ്പോൾ പക്ഷേ നമുക്ക് ഡൽഹിയിൽ നിന്ന് കിട്ടുന്ന തന്നെ വിലക്ക് തന്നെ നമുക്ക് ഇവിടേക്ക് ട്രക്ക് ചെയ്ത് എല്ലാം കൊണ്ട് പിന്നെ ചെറിയ മെയിൻ്റനൻസ് ഒക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മളെ മാർക്കറ്റ് വാല്യൂവിൽ വലിയ വ്യത്യാസം വരികയാണ്. പിന്നെ കേരള വണ്ടികളുടെ ഏകദേശം അടുത്തെത്തുമ്പോൾ പിന്നെ നമുക്കിത് വിൽക്കാൻ കഴിയാത്തൊരവസ്ഥ വരും. അതുകൊണ്ടാണ് നമ്മൾ ഇത്തരം വണ്ടികൾ എടുക്കാത്തത്. കാരണം ട്രക്ക് ട്രാൻസ്പോർട്ടേഷൻ, പിന്നെ അവിടുത്തെ കമ്മീഷൻ, പേപ്പർ വർക്ക് ഇതൊക്കെ ആഡ് ചെയ്യണമല്ലോ നമ്മളിത് സെയിൽ ചെയ്യുമ്പോൾ. അപ്പോൾ അതുകൊണ്ടാണ് കൊണ്ടുവരാതിരുന്നത്. ഇപ്പോൾ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് തന്നെ ചെറിയൊരു മാർജിനിൽ കൊടുക്കണം. അപ്പോൾ നമ്മുടെ പ്രൈസ് ഓൾമോസ്റ്റ് ഫിക്സ്ഡ് പ്രൈസ് ആയിരിക്കും. അപ്പോൾ അതാണ് പറയാനുള്ളത്. അപ്പോൾ ഇതിൻ്റെ പ്രൈസ് നമ്മൾ ഉദ്ദേശിക്കുന്നത് 2,65,000 നമ്മൾ NOCയിൽ. ഇത് രജിസ്ട്രേഷൻ ചെയ്യാൻ ആകെ ഒരു 20,000 രൂപ അപ്രോക്സിമേറ്റ് വരുള്ളൂ കേരളത്തിലേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളൊക്കെ. വേണ്ടവർ വിളിക്കുക. പിന്നെ അതുപോലെ നമുക്ക് അടുത്ത വാഹനമായിട്ട് സെയിം തന്നെയാണ്, 2010 ആണിത്. അത് 11 പറഞ്ഞല്ലോ. ഇതും അതുപോലെ തന്നെ ലെവൽ മെയിൻറ്റെയിൻഡ് ആണ്. ടയർ ഭാഗങ്ങളും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ ആവറേജ് ടയർ കാര്യങ്ങളൊക്കെ ഉള്ള വാഹനമാണ്. അത്യാവശ്യം നല്ല മെയിൻറ്റെയിൻ ചെയ്തിട്ട് വാഹനമാണ്. ഇതും മാനുവൽ ട്രാൻസ്മിഷനാണ്, പെട്രോളാണ്. ഇത് ക്രൂയിസ് കൺട്രോൾ ഇല്ല, അതിൽ ക്രൂയിസ് കൺട്രോൾ ഉണ്ട് എന്നുള്ളൊരു വ്യത്യാസമാണ്. ഇത് വ്യക്തമായിട്ട് കാര്യമായിട്ട് നോക്കുമ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. വേറെ ഇൻറ്റീരിയർ കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ട് നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റിയാണ് എല്ലാ ഭാഗങ്ങളും കിടക്കുന്നത്. ഇവിടുത്തെ ക്രോമിലാണ്
ഇവിടുത്തെ ഇതൊക്കെ വെച്ചിട്ടുള്ളത്. ഞാൻ കൂടുതൽ വിശദീകരിക്കുന്നില്ല, ഒരുപാട് ഇത് നോക്കുന്ന കസ്റ്റമേഴ്സിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് പഠിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി. പിന്നെ നമ്മൾ പറയുന്നതിൽ അർത്ഥമില്ല, എന്നാലും ചെറിയ രീതിയിലൊന്ന് പറഞ്ഞു പോകണം. നല്ല മെയിൻറ്റെയിൻ ചെയ്ത വാഹനം തന്നെയാണ് ഇത്. ഇൻറ്റീരിയറും സീറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊണ്ടുവന്നിട്ടൊന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മിറർ, ഫോൾഡിങ് മിററാണ് രണ്ടിൻ്റെതും അങ്ങനെ വരുന്നത്. അപ്പോൾ ഇതൊക്കെ പിന്നെ രണ്ടിനും ബാക്കിൽ സ്പോയിലർ ഉണ്ട്. അത് ഒന്ന് കമ്പനി കൊടുത്തിട്ടുള്ളതാണ്, ഒന്ന് എക്സ്ട്രാ ചെയ്തിട്ടുള്ളതാണ്. സ്പോയിലറൊക്കെ ഉള്ള ടൈപ്പാണ് ഇത്. 1.8S IV-Tech എന്ന് പറഞ്ഞുള്ള ഒരു എൻജിനാണ് ഇതിൽ വന്നിട്ടുള്ളത്. നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി തന്നെയാണ് മൊത്തത്തിൽ പരിശോധിക്കുമ്പോൾ. സ്പോയിലർ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്, നല്ലൊരു വെൽ മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഇതിൽ നമുക്ക് പ്രത്യേകിച്ച് ആഡ് ചെയ്തിട്ടുള്ളത് നമ്മൾ ആൻഡ്രോയിഡ് സിസ്റ്റം ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ റിവേഴ്സ് ക്യാമറയും ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. അപ്പോൾ ഇത് 2010 ഡീറ്റെയിൽസാണ് നമ്മളിപ്പോൾ ഇൻറ്റീരിയർ പരിശോധിക്കുന്നത്. അപ്പോൾ അതാണ് ആൻഡ്രോയിഡ് കാര്യങ്ങളൊക്കെ ചെയ്ത് നല്ലൊരു വൃത്തിയിലാണ് ചെയ്തിട്ടുള്ളത്. വെറുതെ ഒരു ഡിസ്പ്ലേ വെച്ചിട്ടല്ല, ഫ്രെയിം അടക്കം ഇതിന് കമ്പനി വരുന്ന രൂപത്തിൽ ഒന്ന് സെറ്റ് ചെയ്തിട്ടാണ് വെച്ചിട്ടുള്ളത്. നല്ല സീറ്റ് കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. നല്ല ഇവിടെ ഒരു ഇത് വരുന്നുണ്ട്, നല്ല നീറ്റ് ആൻഡ് ക്വാളിറ്റി ആണ്. പിന്നെ പവർ സ്റ്റാറിങ് കാര്യങ്ങൾ, നല്ല സ്റ്റാറിങ് വീൽ തന്നെ ഒരു ചെറിയ ടൈപ്പ്. ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഒരു വലിയ വിശാലമായിട്ടുള്ള ഒരു ഡാഷ് ബോർഡ് ഏരിയയാണ്. ഇവിടെയാണ് ഇതിൻ്റെ ഫ്യൂവലും ടെമ്പറേച്ചറും കിലോമീറ്ററും അവിടെ കാണിക്കുക. RPM-ന് വേറെ മീറ്റർ, 2 മീറ്ററാണ് വരുന്നത്. അപ്പോൾ അങ്ങനെയുള്ള നല്ലൊരു രസമുള്ള വെറൈറ്റി ടൈപ്പാണ്. പിന്നെ മിററൊക്കെ ഫോൾഡിങ് ടൈപ്പാണ് വരുന്നത്. പിന്നെ രണ്ടിനും സെക്കൻഡ് കീ ഒക്കെ ഉള്ള വണ്ടിയാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഇൻറ്റീരിയറിൽ ഉള്ള വിശേഷം. നല്ല നീറ്റിലാണ് ഇൻറ്റീരിയറൊക്കെ സൂക്ഷിച്ചിട്ടുള്ളത് കസ്റ്റമർ. ഈ വാഹനം എന്ന് പറയുന്നത് 2011 രണ്ടും ഇൻറ്റീരിയർ ഒരുപോലെ തോന്നുന്നതുകൊണ്ടാണ് എടുത്ത് പറയുന്നത്. 2011 മാനുവൽ ട്രാൻസ്മിഷന്, രണ്ടും മാനുവൽ ട്രാൻസ്മിഷനാണ്. പിന്നെ ഇൻറ്റീരിയറും കാര്യങ്ങളൊക്കെ നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ്. ഇൻറ്റീരിയറൊക്കെ നമ്മൾ എക്സ്ട്രാ സീറ്റ് കവറൊക്കെ നല്ല ക്വാളിറ്റിയിൽ ചെയ്തെടുത്തതാണ് ഇവിടെ കൊണ്ടുവന്നതിന് ശേഷം. പിന്നെ അതിൽ AC പവർ സ്റ്റാറിങ് എല്ലാം ഉണ്ട്. ഇതിന് ക്രൂയിസ് കൺട്രോൾ, ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. ഇവിടെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞാൽ ക്രൂയിസ് കൺട്രോളിൻ്റെ ഒരു ഓപ്ഷൻ ഇവിടെയാണ് വരുന്നത്. ഇത് ആ വണ്ടിക്ക് അതില്ല 10-ന്. ഇത് 11-നാണ് ക്രൂയിസ് കൺട്രോൾ ഉള്ളത്. മാനുവൽ ക്രൂയിസ് കൺട്രോൾ വളരെ റയർ വണ്ടിയാണ്. പിന്നെ ഇതിന് എക്സ്ട്രാ ഇൻഡിക്കേറ്ററിൽ മിററൊക്കെ വരുന്നുണ്ട്. അതിന് ഇൻഡിക്കേറ്ററിൽ മിററില്ല. ഇങ്ങനെ തുടങ്ങി കുറച്ച് വ്യത്യാസങ്ങളുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇതിൻ്റെ വില നമ്മൾ പറഞ്ഞല്ലോ, അത് 2011-ന് 2,65,000 നമ്മൾ വില ഉദ്ദേശിക്കുന്നത്. പിന്നെ ഇത് 2010. ഇതും പറഞ്ഞ പോലെ തേർഡ് ഓണർഷിപ്പുള്ള വണ്ടിയാണ്. പക്ഷേ ഗ്ലാസോ കാര്യങ്ങളോ ഒരു റീപ്ലേസ്മെൻറ്റും ഇല്ല. ഒറിജിനാലിറ്റിയിലുള്ള വാഹനം. ചെറിയ ടച്ചപ്പൊക്കെ ഉണ്ടാവും. ബോഡിയിൽ വേറെ തട്ടുമുട്ടോ കാര്യങ്ങളൊന്നുമില്ല. ഫുൾ ഒറിജിനൽ ഗ്ലാസ്, അന്ന് ഇറങ്ങിയ അതേ ഡേറ്റിലുള്ള, റീപ്ലേസ്മെൻറ്റ് ഇല്ലാന്നാണ് അതിൻ്റെ അർത്ഥം. ഓക്കെ. അപ്പോൾ ഈ വണ്ടിക്കും നമ്മൾ ഉദ്ദേശിക്കുന്ന വില 2,60,000 ഒരു 5,000 രൂപയുടെ വ്യത്യാസമാണുള്ളത്. ഇത് ഓൾറെഡി പറഞ്ഞു, വലിയ നെഗോസിയേഷനോ കാര്യങ്ങളൊന്നും പ്രതീക്ഷിക്കരുത്. പിന്നെ എക്സ്ചേഞ്ചും ഉണ്ടാവില്ല. കാരണം നമ്മൾ പൊതുവേ എല്ലാവരും വിളിച്ചു വയ്ക്കുന്നുണ്ട് എക്സ്ചേഞ്ച്. അപ്പോൾ നമ്മൾ എക്സ്ചേഞ്ച് എടുക്കുന്നതന്നെ ഇത്തരം വാഹനങ്ങളെ എടുക്കുകയുള്ളൂ. നോർമലി വരുന്ന പജീറോ, പിന്നെ ഹോണ്ട സിവിക്, ഹോണ്ട അക്കോഡ്, പിന്നെ മെർസിഡീസ്, BMW, ഓഡി, ഇത്തരം വണ്ടികളാണ് നമ്മൾ ചെയ്യുന്നത്. വേറെ വണ്ടികളൊന്നും അങ്ങനെ ചെയ്യാറില്ല. അപ്പോൾ ഇത്തരം വാഹനങ്ങളാണെങ്കിൽ നിങ്ങൾക്ക് എക്സ്ചേഞ്ചിന് വിളിക്കുക, അല്ലാതെ ഒരു എക്സ്ചേഞ്ചിൽ നമുക്ക് ഉണ്ടാവില്ല. അപ്പോൾ അത് ജസ്റ്റ് പറഞ്ഞു എന്നുള്ളൂ. അപ്പോൾ ഇതിന് നമ്മൾ 2,60,000, ഇതിന് 2,65,000 വില ഉദ്ദേശിക്കുന്നത്. രണ്ടും NOC-യിലാണ്. ചെറിയ 10,000-20,000 രൂപയുടെ ചാർജ് വരുള്ളൂ. നമുക്ക് കേരള രജിസ്ട്രേഷൻ ചെയ്തെടുക്കാൻ വരുള്ളൂ. അതിന് നമുക്ക് NOC എടുത്ത് തരാം. നമ്മൾ നമ്പറാക്കി തരണമെങ്കിൽ അങ്ങനെ നമ്പറാക്കി തരാം. അതിൻ്റെ അഡീഷണൽ ചാർജ് തന്നാൽ. ഇത് അടുത്തൊരു വാഹനം എന്ന് പറയുന്നത് പജീറോ SFX ബുൾഡോഗ് ആണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർഷിപ്പിലുള്ള ഒരു വാഹനമാണ്. നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ള റെഡ് ആൻഡ് വൈറ്റിൽ വരുന്ന ഓൾ ഗ്ലാസ് ഒറിജിനൽ നല്ലൊരു 2008 വാഹനം. NOC-യിൽ നമുക്കിത് കൊടുക്കാം. അപ്പോൾ ഇതും കൂടി നമ്മുടെ കളക്ഷനിലുണ്ട്. അപ്പോൾ ഇത് വേണ്ടവർ കോൺടാക്ട് ചെയ്യുക താഴെ കാണുന്ന നമ്പറിൽ. അത് പിന്നെ നമ്മൾ ഓൾറെഡി കുറച്ച് വണ്ടി കൂടി നമ്മളെ കയ്യിലുണ്ട്. ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകണം. ഇത് 2009 C220 ആണ്. ഓൾറെഡി നമ്പറായ വണ്ടിയാണ്. ഇതിൻ്റെ ഫുൾ ഡീറ്റെയിൽസ് നമ്മൾ കഴിഞ്ഞ വീഡിയോ ജസ്റ്റ് നോക്കിയാൽ മതി. പിന്നെ ഇത് ഓൾറെഡി കേരള രജിസ്ട്രേഷൻ ആയ വണ്ടിയാണ്. E250 ഡീസലാണ്, 2011. ഇത് Q3, ഇതും ഇങ്ങോട്ട് നമ്പറായ വണ്ടിയാണ്. 2014 വണ്ടി. നല്ല വെൽ മെയിൻറ്റൈൻഡ് പനോറമിക് സൺറൂഫൊക്കെ വരുന്ന വാഹനമാണ്. പിന്നെ അങ്ങനെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് E250 തന്നെ ഉണ്ട്. 2011 രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല, UP രജിസ്ട്രേഷനാണ്. ഇത് E250 2014 ന്യൂ ഷേപ്പിൽ വരുന്ന വാഹനം. പിന്നെ ഇത് 320 2016 രജിസ്ട്രേഷനാണ്. നല്ല വെൽ മെയിൻറ്റൈൻഡ് സിംഗിൾ ഓണർ, ഫുൾ കമ്പനി സർവീസ്, നോ റീപ്ലേസ്മെൻറ്റ്, ഗ്ലാസോ ഒന്നും റീപ്ലേസ് ഇല്ലാത്തൊരു വെൽ മെയിൻറ്റൈൻഡ് വാഹനമാണത്. പിന്നെ അടുത്തത് പറയുന്നത് E350 പെട്രോൾ 2010 രജിസ്ട്രേഷനിൽ വരുന്നൊരു വാഹനം. നല്ല മെയിൻറ്റൈൻഡ് ആണ്. പിന്നെ ഇത് C ക്ലാസ് ആണ്, 2009 കേരള രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള വാഹനം. പിന്നെ അവിടെ കാണുന്നത് കുറച്ച് സ്ഥലപരിമിതി ഉള്ളതാണ് കേട്ടോ. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്, ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. ഇത് 2015 GLA ആണ്, സിംഗിൾ ഓണർഷിപ്പിലുള്ള വാഹനം. പിന്നെ ബാക്കിൽ കാണുന്നത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടിരുന്നു, പക്ഷെ അത് മൊത്തം സെയിൽ ചെയ്ത് വെച്ചിട്ടുള്ള വാഹനമാണ്.
അതോടെയുള്ള 4 വണ്ടികൾ നമ്മൾ സെയിലായിട്ടുണ്ട്. NOCക്ക് വേണ്ടി പേപ്പറിന് വേണ്ടി വെയിറ്റ് ചെയ്യാണ്. നെക്സ്റ്റ് വീക്കിൽ ഡെലിവറി കൊടുക്കും. പിന്നെ ഈ വാഹനം ഇപ്പം നമ്മൾ വെയിറ്റ് ചെയ്യാണ്, കസ്റ്റമർ വരുന്നുണ്ട് അതിന് ഡെലിവറി. അത് നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, BMW 530 എന്ന് പറഞ്ഞ വാഹനം M സ്പോർട്ട്, അതും സെയിലായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ വിശേഷങ്ങൾ. അപ്പോൾ വേണ്ടവർ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, പെട്ടെന്ന് വിളിച്ചോളി. നല്ല ബഡ്ജറ്റ് റേറ്റും നല്ല ക്വാളിറ്റിയിലാണ് നമ്മൾ വണ്ടികളൊക്കെ വിൽക്കുന്നത്. പിന്നെ മെക്കാനിക് സപ്പോർട്ടുണ്ട്. ഓൾ കേരള എവിടെ വിളിച്ചാലും നമുക്ക് നിശ്ചിത സമയത്തിനുള്ളിൽ വന്ന് റിപ്പയറും കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കും. അതിൻ്റെ കോസ്റ്റ് വരും. അപ്പോൾ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ അടുത്തൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും ബൈ, താങ്ക് യു.